വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ശാലിനിയാണെങ്കിൽ തിരികെ അവിടെ ഓഫീസിലെത്തുന്നുണ്ട്. അന്നേരം ആ ചേംബറിലാണെങ്കിൽ ശാരികയില്ല. അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് അനുപല്ലവി അന്വേഷിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ശാരിക എവിടെയും കാണുന്നില്ല. ശാലിനിയോടൊന്നും പറയുന്നുണ്ട്, മാഡത്തിൻ്റെ ചേച്ചി എവിടെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവരവിടെയൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതേ സമയം ശാരികയാണെങ്കിൽ നേരെ വരുന്നത് സത്യഭാമയുടെ വീട്ടിലേക്കാണ്. ഗേറ്റൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന സിറ്റൗട്ടിലേക്ക് കയറുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം എൻ്റെ മോൾ എവിടെ എന്നിങ്ങനെ പറഞ്ഞ് ആകെ ഒരു വിഷമിച്ച സ്വരത്തിൽ സത്യഭാമയോട് ഇങ്ങനെ ചോദിച്ച് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഭാമ ഇങ്ങനെ ശാരികയെ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയാണ്. ആ ഒരു വേഷവും ആ ഒരു വിഷമാവസ്ഥയെ കണ്ടിട്ട് ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അവിടെ ഭാമ പറയുമായിരിക്കും, ഞങ്ങളെല്ലല്ലോ ഏൽപ്പിച്ചത്, അനിയത്തിയല്ലേ ഏൽപ്പിച്ചത്, അപ്പോൾ അവളോട് പോയി ചോദിക്കുക, അവൾ എന്നെയും ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശാലിനിയെക്കുറിച്ചുള്ള ഒരു ഭാമയുടെ മനസ്സിൽ ഇതാണല്ലോ ഇരിക്കുന്നത്. ശാലിനിയെക്കുറിച്ച് മോശമായ ചിത്രമാണല്ലോ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അവിടെ പറയുമ്പോൾ വീണ്ടും ശാരികനെ സമനിലയൊക്കെ തെറ്റി ഇനി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അത് കാണിക്കുന്നില്ല ശാരികയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത്. അതിനുശേഷം കാണിക്കുന്ന സീൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശാണെങ്കിൽ ആ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് വീണ്ടും ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വണ്ടി വന്ന് ആ ഒരു പ്രകാശിനകത്തേക്ക് ഇടിക്കാൻ പോകുന്നതും പ്രകാശിനെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വീഴുന്ന ആ ഒരു സീനുമാണ്. അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് തന്നെയാണ്. മിക്കവാറും അത് മഹേന്ദ്രൻ്റെ ആളുകളായിരിക്കും പ്രകാശിനെ ഇല്ലാതാക്കാനായിട്ട്. മഹേന്ദ്രൻ നേരത്തെ അവിടെ ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രകാശിനെ ഒഴിവാക്കുമെന്നുള്ളത്. അപ്പോൾ അത് മഹേന്ദ്രൻ്റെ ഏർപ്പാടായിരിക്കും മിക്കവാറും. അപ്പോൾ പ്രകാശന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും അവിടെ ചന്ദ്രയുടെ മധുരയിലേക്കുള്ള പോക്ക് മിക്കവാറും നടക്കില്ല. അതോ ഇനി ചെറിയ പരിക്കുകളാണെങ്കിൽ പ്രശ്നമാവില്ല. അത് ഇനി ഇവിടെ നിർത്താതെ അവരെ ഇനി മധുരയ്ക്ക് തന്നെ പറഞ്ഞു വിടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് കാണാം വരും എപ്പിസോഡുകളിൽ. ഓക്കെ, താങ്ക് യു.